നമസ്കാരം. ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഫെബ്രുവരിയിൽ വൻ ഇടിവ്. ഫെബ്രുവരിയിൽ $3.61 ബില്യൺ വിതരണവുമായി റഷ്യ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി തുടരുന്നുവെങ്കിലും ഇത് മുൻ മാസത്തെ അപേക്ഷിച്ച് 19% കുറവാണ്. ജനുവരിയിൽ റഷ്യയിൽ നിന്ന് $4.47 ബില്യൺ എണ്ണയായിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. റഷ്യ വാഗ്ദാനം ചെയ്യുന്ന വിലക്കിഴിവ് കുറഞ്ഞു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയും മാസാമാസം കുറഞ്ഞു വരുന്നത്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈനിലെ അധിനിവേശത്തിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് സ്രോതസ്സാണ് റഷ്യ. പാശ്ചാത്യ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ഇളവുകൾ വാഗ്ദാനം ചെയ്തായിരുന്നു റഷ്യ ഇന്ത്യൻ വിപണി പിടിച്ചത്. 2022 ബാരലിന് $30 വരെ കിഴിവായിരുന്നു ഇന്ത്യക്ക് ചൈന നൽകിയിരുന്നത്. ഇന്ത്യക്ക് മാത്രമല്ല, ചൈനയ്ക്കും സമാനമായ ഇളവ് റഷ്യ നൽകി. ഇതോടെ ചൈനയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി പങ്കാളികളായി റഷ്യ മാറി. എന്നാൽ അടുത്തിടെ ബാരലിന് $5 വരെയായി റഷ്യയുടെ വിലക്കിഴിവ് താഴ്ന്നിരുന്നു. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം ഫെബ്രുവരിയിൽ 67.5% ഉയർന്ന് $2.6 ബില്യൺ ഇതോടെ ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതിയിൽ സൗദി അറേബ്യ 2ാം സ്ഥാനത്തെത്തി. സമീപകാലത്തെ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ നേട്ടമാണിത്. ജനുവരിയിൽ $1.55 ബില്യൺ ആയിരുന്നു സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഭൂരിഭാഗം സമയവും ഇന്ത്യയിലേക്കുള്ള 2ാമത്തെ വലിയ വിതരണക്കാർ ഇറാഖായിരുന്നു. എന്നാൽ സൗദി അറേബ്യയുടെ കുതിപ്പ് ഫെബ്രുവരിയിൽ അവർക്ക് വലിയ തിരിച്ചടിയായി. ജനുവരിയിലെ $2.54 ബില്യൺ നിന്ന് 11.6% ഇടിഞ്ഞ് ഫെബ്രുവരിയിൽ $2.24 ബില്യൺ മൂല്യമുള്ള വിതരണവുമായി ഇറാഖ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2024 ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതി ബിൽ $13.25 ബില്യൺ ആയിരുന്നു. ജനുവരിയിലെ $12.4 ബില്യൺ നിന്ന് ഏകദേശം 10% കൂടുതലാണിത്. ഫെബ്രുവരിയിൽ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം നേരിയ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട്. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് ഫെബ്രുവരിയിൽ പെട്രോളിയം ഉൽപ്പന്ന ഉപഭോഗം 19.75 ദശലക്ഷം ടണ്ണാണ്. ജനുവരിയിൽ 20 ദശലക്ഷം ടണ്ണിൽ നിന്ന് 1.3% കുറവാണിത്. എന്നാൽ മാർച്ചിൽ ഇത് 21.9 ദശലക്ഷം ടണ്ണായി ഉയർന്നിട്ടുമുണ്ട്.